വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സർക്കംസിഷൻ അഥവാ ചേലാകർമ്മം, സുന്നത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഇത് മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ ജ്യൂസ് കമ്മ്യൂണിറ്റിയിലൊക്കെ പെട്ടവർ ചെയ്യുന്ന ഒരു ഏർപ്പാടല്ലേ, ഇതെന്തിനാണ് ഇവിടെ പറയുന്നത് അല്ലേ? എങ്കിൽ അങ്ങനെയല്ല. നേരത്തെ ഇത് ഒരു പെർട്ടിക്കുലർ സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏർപ്പാടാണെങ്കിൽ ഇന്നത്തെ കാലത്ത് മിക്കവർക്കും ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് മനസ്സിലാവുകയും മറ്റ് പല ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടും സർക്കംസിഷനിലേക്ക് പോകുന്നവര് കൂടുതലാണ്. എനിക്ക് ഇതിനെ കുറിച്ച് കുറച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റും. കാരണം ഇപ്പം എന്റെ ഫാമിലിയിലാണെങ്കിലും ഇപ്പം മകനാണെങ്കിലും ഈ സർക്കംസിഷൻ ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ എനിക്ക് എന്റെ കുഞ്ഞു മോനെയും ഒക്കെ ഞാനിപ്പം അടുത്തിടയ്ക്ക് തന്നെ സർക്കംസിഷൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് പലതരം അസ്വസ്ഥതകൾ, അതായത് ഈ ജെനിറ്റൽസിന്റെ ഭാഗത്ത്, പീനസിന്റെ ഭാഗത്തൊക്കെ പലതരം അസുഖങ്ങളും രോഗങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടും അതിൽ കൂടുതൽ നല്ല ഒരു ഹൈജീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇതിപ്പോ ചെയ്യുന്നുണ്ട്. ചില സ്കൂളുകളിൽ, അതായത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന മിലിറ്ററി, ആർമി, ഡിഫൻസ്, അതായത് ഈ സൈനിക സ്കൂളിലൊക്കെ പഠിച്ചവരാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും, അവിടെ ഉള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ അക്കാഡമീസിലൊക്കെ ഇത് അവര് ഹൈജീന്റെ ഭാഗമായിട്ട് ചെയ്യിപ്പിക്കുന്നതായിട്ടും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളിലേക്ക് പോകാം. റിലീജിയസ് പേർപ്പസിനായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ജ്യൂസ് കമ്മ്യൂണിറ്റിയിലും ഇത് നിർബന്ധിതമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. എങ്കിൽ ഇപ്പോൾ കൂടുതലും ഹൈജീന്റെ ഭാഗമായിട്ടും മറ്റ് പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങളുടെ പ്രിവെൻഷൻ എന്നുള്ള രീതിയിലും ഇപ്പോൾ സർക്കംസിഷൻ ധാരാളമായിട്ട് ആളുകൾ ചെയ്തു വരുന്നുണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ഈ സർക്കംസിഷൻ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് യൂറിനറി ഇൻഫെക്ഷൻ, UTI അഥവാ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമതായിട്ട് പലതരം സെക്ഷൽ പ്രോബ്ലംസ്, അതായത് ഇപ്പൊ ശീഘ്രസ്ഖലനം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിമച്വർ എജാക്കുലേഷൻ. അതിന് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു സർക്കംസിഷൻ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു അഗ്രചർമ്മം, അതായത് നമ്മുടെ ഈ ഒരു ഫോർസ്കിൻ കട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു സ്റ്റിമുലേഷൻ, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ പെട്ടെന്ന് ഇവർക്ക് ഈ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുന്നത്. ഇത് കട്ട് ചെയ്യുന്നതോടുകൂടി ആ ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഭാഗത്തുണ്ടാവുന്ന ആ ഒരു ഉത്തേജനം കുറച്ച് കുറയാനും ഒരു പരിധി വരെ ശീഘ്രസ്ഖലനത്തിന് കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റുന്നതായിരിക്കും. പിന്നെ പെനൈൽ ക്യാൻസർ, പലതരത്തിലുള്ള പെനൈൽ ക്യാൻസേഴ്സ്, അതായത് ഈ ഒരു തൊലിയുടെ ഈ ഒരു ഫോർസ്കിന്നിന്റെ അടിയിൽ ധാരാളം ബാക്ടീരിയാസും ഫംഗസും ഒക്കെ പറ്റി പിടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ കൂടിയും ചിലർക്ക് അത് എത്രത്തോളം ക്ലീൻ ചെയ്താൽ പോലും ആ ഒരു ഭാഗം നീറ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയാസും ഫംഗസും ഒക്കെ ഇവിടെ പറ്റി പിടിച്ച് ഭാവിയിൽ ഒരു ക്യാൻസർ അല്ലെങ്കിൽ പെനൈൽ ക്യാൻസർ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനും സർക്കംസിഷൻ കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കാണുന്നതാണ് ചില സ്ത്രീകളൊക്കെ സ്ഥിരം UTIയുടെ ഒരു പ്രോബ്ലം ആയിട്ട് ബുദ്ധിമുട്ടുന്നത്. അപ്പൊ ഇവര് ഹോസ്പിറ്റലിൽ പോകാനിട്ടോ മെഡിസിൻ ഒന്നും കഴിക്കാനിട്ടോ ഒന്നുമല്ല, ഇവർ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാലും ഇവർക്ക് ആക്ച്വലി ഇത് എവിടെ നിന്നാണ് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയ ഇവർക്ക് കയറി പറ്റുന്നത് എന്ന് ഇവർക്ക് അറിയാൻ വഴിയില്ല. കാരണം മിക്ക ലേഡീസും പറയുന്നത് ഇവര് പബ്ലിക് ബാത്റൂം യൂസ് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതെന്ന്. ആക്ച്വലി അങ്ങനെയല്ല, പബ്ലിക് ബാത്റൂം യൂസ് ചെയ്തതുകൊണ്ടും ഉണ്ടാകാം. പക്ഷെ കൂടുതലായിട്ടും ഇവർക്ക് പാർട്ട്ണറുടെ ഈ ഒരു പെനിസിന്റെ ടിപ്പിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോർസ്കിന്നിന്റെ അടിയിലുള്ള ഒരുപാട് തരം ബാക്ടീരിയാസ് ഇവർ ഇന്റർകോഴ്സിലൂടെ അത് പാർട്ട്ണറിൽ എത്തിപ്പെടുകയും അങ്ങനെയാണ് ഇവർ ഈ മെഡിസിൻ കഴിക്കുകയും ഇവർ ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വന്നുപെടാനുള്ള ചാൻസ് ഇതുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ പാർട്ട്ണർ, ഈ ലേഡീസിന് കൂടുതലായിട്ടും ഈ UTI ഇൻഫെക്ഷനും ഭാവിയിലെ സെർവിക്കൽ ക്യാൻസർ ഒക്കെ വരാനുള്ളതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ സർക്കംസിഷൻ പാർട്ട്ണർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തടയാനായിട്ട് പറ്റും. പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്റെ ഭാഗമായിട്ട് വരുന്ന അസുഖങ്ങളും നമുക്ക് സർക്കംസിഷൻ കൊണ്ട് ഒരു ലിമിറ്റിൽ കൂടുതൽ തന്നെ നമുക്കത് ഭേദമാക്കി എടുക്കാനും പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സർക്കംസിഷൻ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് റിലീജിയസ് പേർപ്പസസിന് വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും സർക്കംസിഷൻ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളായും ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ടും ഈ പറഞ്ഞ പല പല മെഡിക്കൽ കണ്ടീഷൻസ് വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റിനോടൊപ്പം അവർ സർക്കംസിഷൻ ചെയ്യാനായിട്ടും ഡോക്ടർ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റിച്വൽസിന്റെ ഭാഗമായിട്ട് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ കൂടി ഹൈജീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മിക്കവരും കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ സർക്കംസിഷൻ ചെയ്യിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ എന്റെ കുഞ്ഞിനെ ചെയ്തൊരു അമ്മയാണ്. ഹൈജീന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ എന്റെ കുഞ്ഞു മകനെ പോലും
ഞാൻ സർക്കംസിഷൻ ചെയ്തത്. കാരണം അത് അത്രയും നല്ലൊരു ബെനിഫിറ്റ് ഉള്ളത് ആണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞിനെ സർക്കംസിഷൻ ചെയ്യിപ്പിച്ചത്. പിന്നെ പല രോഗങ്ങളുടെ ഭാഗമായിട്ടും സർക്കംസിഷൻ ചെയ്യണം എന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് എന്തൊക്കെ രോഗങ്ങളാണ് എന്ന് ഞാൻ പറയാം. ഒന്നാമത്തത് ഫൈമോസിസ് എന്ന് പറയും. ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ പീനിസിലുള്ള ആ ഒരു ഫോസ്കിൻ പിന്നിലോട്ട് പോകാത്തൊരവസ്ഥയാണ്. അതായത് നമ്മളിപ്പോ വാഷ് ചെയ്യുമ്പോഴായാലും ഇന്റർകോഴ്സ് ആ ഒരു സമയത്തൊക്കെ ആയാലും സ്കിൻ ഇവർക്ക് പിന്നിലോട്ട് പോകാത്തൊരു അവസ്ഥയെ പറയുന്ന പേരാണ് ഫൈമോസിസ്. അപ്പൊ ഫൈമോസിസിന്റെ ഭാഗമായിട്ടും ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം സർക്കംസിഷൻ ആണ്. അടുത്തത് പാരാഫൈമോസിസ് എന്ന് പറയും. അതായത് ഈ ഒരു സ്കിന്ന് പിന്നിലോട്ട് പോയാൽ പോലും തിരിച്ചത് മുന്നിലോട്ട് വരില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ, പിന്നിലോട്ട് തന്നെ ഇരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് സ്വെല്ലിങ്ങും വേദനയും ഒക്കെ അനുഭവപ്പെടും. അതാണ് പാരാഫൈമോസിസ്. അതിന്റെ ഭാഗമായിട്ടും ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ഒരു രീതി സർക്കംസിഷൻ ആണ്. അത് കൂടാതെ അടുത്തൊരു കണ്ടീഷനാണ് ബെലനൈറ്റിസ് അഥവാ ബെലനോപോസ്റ്റൈറ്റിസ് എന്ന് പറയും. ഡയബറ്റിക് പേഷ്യൻസ് അഥവാ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളിലൊക്കെ കൂടുതലായിട്ടും ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും കൂടുതൽ ഈ ഒരു പെനിസിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഇച്ചിങ്ങും സ്വെല്ലിങ്ങും അവർക്ക് ചെറിയ ചെറിയ പൊട്ടലുകൾ ഉണ്ടാവുകയും ഇൻഫെക്ഷൻ ആവുകയും പഴുപ്പ് ഉണ്ടാവുകയും മറ്റ് ബാക്ടീരിയാസ് ഫംഗസ് അടിഞ്ഞു കൂടുകയും അതുവഴി അവരുടെ ഇന്റേണൽ ഓർഗൻസ് അതായത് കിഡ്നി വരെയൊക്കെ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനും അവിടെ കുറച്ച് നീറ്റായിട്ട് ഹൈജീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ സർക്കംസിഷൻ തന്നെയാണ്. അതുപോലെ ചില കുഞ്ഞു ആൺകുട്ടികൾക്കൊക്കെ മൂത്രം ഒഴിക്കുമ്പോൾ ആ ഒരു പെനിസിന്റെ ടിപ്പില് പെയിനും അവർക്ക് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസും മൂത്രത്തിൽ പഴുപ്പൊക്കെ കുഞ്ഞു നാളെ മുതലേ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും ഡോക്ടേഴ്സ് സർക്കംസിഷൻ ആണ് അഡ്വൈസ് ചെയ്യുന്നത്. ഈ സർക്കംസിഷൻ ചെയ്യാനായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ആ ഒരു ഭാഗം, അതായത് ആ ഒരു സ്കിന്നിന്റെ അടിഭാഗം അല്ലെങ്കിൽ അതിന് ചുറ്റിലായിട്ട് ഡേർട്ട് ഒരു കാരണവശാലും അടിഞ്ഞു കൂടാതിരിക്കാനും അതുമൂലം പല പല അസുഖങ്ങൾ ഉണ്ടാവാനും ഉള്ള ഒരു പ്രതിവിധിയായിട്ടാണ്. ഇപ്പൊ പാർട്ട്ണർ വൈഫോ കൂടെയുള്ള പാർട്ട്ണർ ലേഡീസ് എത്ര ഹൈജീൻ ആണെങ്കിൽ കൂടിയും അവർക്ക് പോലും വീണ്ടും വീണ്ടും മറ്റു പലതരം UTI അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഈ പാർട്ട്ണറിൽ നിന്നാണ്. അതായത് ഇവരുടെ ഈ ഒരു ഫോസ്കിൻ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമായിട്ട് പലതരം ബാക്ടീരിയാസും ഫംഗസും അടിഞ്ഞുകൂടുകയും ഇതുവഴി ഇന്റർകോഴ്സിലൂടെ ഈ ഒരു പാർട്ട്ണറിന് ലേഡീസിന് ഈ അസുഖം വരാനും ഇതുവഴി രണ്ടുപേർക്കും UTI മറ്റ് ഇൻഫെക്ഷൻസ് സെർവിക്കൽ ക്യാൻസർ പെനൈൽ ക്യാൻസർ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഈസിയസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സർക്കംസിഷൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊസീജിയർ ടു കൺട്രോൾ ഓൾ ദീസ് പ്രോബ്ലംസ്. അതുപോലെ ഈ ഒരു ഹോസ്പിറ്റലൈസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ലേഡീസ് മിക്കവർക്കും അറിയില്ല അവര് UTI ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കാരണം അവർ ഹോസ്പിറ്റലിൽ പോകുന്നു, മെഡിസിൻ കഴിക്കുന്നു, അപ്പോഴൊരു ആശ്വാസം കിട്ടുമെങ്കിലും അഗെയിൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും ഈ സെയിം പ്രോബ്ലം ഇവർ തന്നെ ചിന്തിക്കും, ഞാൻ നല്ല നീറ്റായിട്ടാണല്ലോ കൺട്രോൾ ചെയ്തത്, ഞാൻ ഇങ്ങനെയുള്ള പബ്ലിക് ബാത്റൂംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലോ. ബട്ട് ഇതൊക്കെ പകരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡ് ഈ ഒരു അൺസർക്കംസൈസ്ഡ് ആണ് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻസോ അത്ര ഹൈജീനോ അല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നായിരിക്കാം ഈ പാർട്ട്ണറിന് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല മറ്റ് പലതരം STDs ഒക്കെ നമുക്ക് ഇത് മൂലം പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇങ്ങനെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന്റെ ആ ഒരു ഫ്ലോ പോലും നമുക്കൊരു പരിധി വരെ ഈ ഒരു സർക്കംസിഷൻ കൊണ്ട് നമുക്ക് തടയാനായിട്ട് പറ്റും. ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു സെർവിക്കൽ ക്യാൻസർ ലേഡീസിൽ ഉണ്ടാകുന്നത്. അപ്പോ സെർവിക്കൽ ക്യാൻസർ പോലും നമ്മളുടെ പാർട്ട്ണർ സർക്കംസിസ്ഡ് ആണ് എങ്കിൽ നമുക്ക് സെർവിക്കൽ ക്യാൻസർ വരാനുള്ള ചാൻസസ് പോലും വളരെ ലെസ് ആയിട്ടാണ് മിക്ക സ്റ്റഡീസിലും അഭിപ്രായപ്പെടുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞല്ലോ നമ്മൾ പ്രിമച്ചുർ ഇജാക്കുലേഷന്റെ ഒരു മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റീവ് ഏരിയയിൽ ഹൈപ്പർ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്കിൻ ഇങ്ങനെ മൂടിയിരിക്കുകയും പിന്നീട് എന്തെങ്കിലും സ്പർശനമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാസ്റ്റർബേഷൻ ഇന്റർകോഴ്സ് ഒക്കെ വരുമ്പോഴേ തന്നെ അവർ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവുകയും നല്ല രീതിയിൽ പെട്ടെന്ന് അവർക്ക് ഇജാക്കുലേഷൻ സംഭവിക്കാനുള്ള ഇടവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സർക്കംസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഭാഗത്ത് ഒരു ഹൈപ്പർ സെൻസേഷൻ കുറച്ച് കുറയുകയും നമുക്ക് കുറച്ചു നേരം കൂടി കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ പ്രിമച്ചുർ ഇജാക്കുലേഷനും ഉള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സർക്കംസിഷൻ ഇപ്പൊ ധാരാളമായിട്ട് ചെയ്തു വരുന്നു. അപ്പോൾ ഈ ഒരു സർക്കംസിഷൻ ചെയ്താൽ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒരു മന്ത്സ് കൊണ്ട് ഒരു 4 മുതൽ 6 മാസത്തിനുള്ളിൽ തീർച്ചയായും നിങ്ങൾക്ക് കുറയുകയും പ്രിമച്ചുർ ഇജാക്കുലേഷന് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊസീജിയർ ആണ് ഈ ഒരു സർക്കംസിഷൻ എന്നും കൂടി ഞാൻ അഭിപ്രായപ്പെടുന്നു. അതുപോലെ ഈ പീനിസിന്റെ ആ ഒരു സ്കിന്നിന്റെ ആ ഭാഗത്ത് വരുന്ന ഒരു പിനൈൽ ക്യാൻസർ എന്നൊക്കെ പറയും. ആ ഒരു പിനൈൽ ക്യാൻസറും നമുക്ക് ഒരു പരിധി വരെ ഈ സർക്കംസിഷൻ കൊണ്ട് നമുക്ക് ഭേദമാക്കി എടുക്കാനും അത് വരുന്നത് പ്രിവെന്റ് ചെയ്യാനും സർക്കംസിഷൻ ഒരു പരിധി വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്.
പിന്നെ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് കൂടുതലും അഡൽട്സ് വരെ സർക്കംസിഷൻ ചെയ്യുന്നുണ്ട്. നേരത്തെ കാലത്തിൽ കുഞ്ഞുങ്ങളിലായിരുന്നു അത് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ഒരുപാട് അഡൽട്സും സർക്കംസിഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പലരും ചിന്തിക്കും ഈ ഒരു സർക്കംസിഷൻ ഒക്കെ ചെയ്താൽ ഈ പറഞ്ഞ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഇന്റർകോഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങില്ലേ, അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്ക് അത് ചെയ്യാൻ പറ്റാതിരിക്കുകയും പിന്നീട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെയിൻ വരികയും ഒക്കെ ഉണ്ടാവും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോ അതിനൊക്കെ പരിഹാരമായിട്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. ഇപ്പോ അഡൽട്സിന് പോലും സർക്കംസിഷൻ ചെയ്യാം. അത് ഒരു രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലൈസ് ആവാതെയും മറ്റു വേദന സഹിക്കാതെയും വിത്തിൻ വീക്സ് കൊണ്ട് നിങ്ങൾക്ക് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഇന്റർകോഴ്സിലൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വളരെ അഡ്വാൻസ്ഡ് രീതിയിലുള്ള ZSR സർക്കംസിഷൻ ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എവിടെയാണ് അഡ്വാൻസ് ടെക്നോളജിയുള്ള ZSR സർക്കംസിഷൻ ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് തന്നെ പ്രൊസീജിയർ വിത്തിൻ മിനിറ്റ്സ് ആണ്. അപ്പൊ അത്രയും നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ കഴിയും. വളരെ പെയിൻലെസ് ആണ്, പെയിനേ ഇല്ല. അന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകാം, ജോലിക്ക് പോകാം, പഠിക്കാൻ പോകാം. നേരത്തെയൊക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടിരുന്നത് ഈ ഒരു സർക്കംസിഷൻ ചെയ്യുന്നത് ഭയങ്കര ട്രഡീഷണൽ രീതിയിലായിരുന്നു. അതായത് നേരത്തെ നൈഫ്, ബ്ലേഡ്, സിസേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നേരത്തെ സർക്കംസിഷൻ ആ ഒരു സ്കിൻ കട്ട് ചെയ്തിരുന്നതെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേപ്ലർ ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് സർക്കംസിഷൻ ചെയ്തു വരുന്നത്. ഒരു വേദനയും നിങ്ങൾ സഹിക്കേണ്ടതില്ല. ഭയങ്കര ഈസി പ്രൊസീജിയർ ആണ്. ഇതൊരു ZSR അഡ്വാൻസ്ഡ് ടെക്നോളജി ഡിസ്പോസിബിൾ സർക്കംസിഷൻ കിറ്റ് ആണ്. അപ്പോൾ ഈ ZSR ഡിസ്പോസിബിൾ കിറ്റിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന് ഒരു കിറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ഒരു രോഗിയുടെ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യും. അടുത്ത രോഗിക്ക് അടുത്ത കിറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ZSR സ്റ്റേപ്ലർ ഡിവൈസ് കിറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സർക്കംസിഷൻ ചെയ്യുന്നത്. ഭയങ്കര ഈസിയസ്റ്റ് മെത്തേഡ് ആണ് കേട്ടോ ഇതുവഴിയുള്ള സർക്കംസിഷൻ. അപ്പോ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ZSR സ്റ്റേപ്ലർ ഡിവൈസ് സർക്കംസിഷൻ കിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ബ്ലീഡിംഗ് ഉണ്ടാകും എന്നൊരു ഭയം നിങ്ങൾക്ക് വേണ്ട. ഇൻഫെക്ഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. മറ്റ് പ്രൊസീജിയർ വെച്ച് നോക്കുമ്പോൾ ഇതില് ഭയങ്കര കുറവാണ് ഇൻഫെക്ഷന്റെ കാര്യത്തിലാണെങ്കിൽ പോലും. ഈ ഒരു ZSR സർക്കംസിഷൻ ഡിവൈസ് കൊണ്ട് സർക്കംസിഷൻ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റിച്ചും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയും നിങ്ങൾ പേടിക്കേണ്ട. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു ഒരു 4 മുതൽ 5 മിനിറ്റ് അല്ലെങ്കിൽ അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്, അത്രയൊന്നും വേണ്ടി വരില്ല. മിനിറ്റ്സ്, നിമിഷ നേരം കൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോവുകയോ ജോലിക്ക് പോവുകയോ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോവുകയോ വരെ നിങ്ങൾക്ക് ചെയ്യാം. ZSR സ്റ്റേപ്ലർ ഡിവൈസ് വെച്ചുള്ള സർക്കംസിഷൻ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വേദനയും ഉണ്ടാവില്ല. അപ്പൊ ഇത്രത്തോളം ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു സർക്കംസിഷൻ നിങ്ങൾക്ക് എവിടെയാ കിട്ടുക? അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും അഡൽട്സ് പോലും ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഹൈജീൻ ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ZSR സ്റ്റേപ്ലർ സർക്കംസിഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഒറിജിനൽ ZSR സ്റ്റേപ്ലർ സർക്കംസിഷൻ കൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഫ്രം പീഡിയാട്രിക് ടു ജെറിയാട്രിക് ഏതൊരു പ്രായത്തില് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സർക്കംസിഷൻ ചെയ്യാൻ പറ്റും. ഏജ് വൈസ് നമുക്ക് ഈ ഒരു സർക്കംസിഷൻ ഡിവൈസിൽ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ആ ഒരു ഡിവൈസിന്റെ സൈസ് അങ്ങനെ ആയിരിക്കാം, മുതിർന്നവർക്കാണെങ്കിൽ അവർ ആ ഒരു വലുപ്പത്തിനനുസരിച്ചുള്ള ഡിവൈസസ് ആയിരിക്കും. ഒരു തവണ ഒരാൾക്കാണ് യൂസ് ചെയ്യുന്നത്, അവർ യൂസ് ചെയ്തതിനു ശേഷം അവരത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓരോ രോഗിക്കും ഓരോ സൈസ് ആയതുകൊണ്ട് അവരത് മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു സ്റ്റേപ്ലിംഗ് ഡിവൈസസ് ആയിരിക്കും ഓരോരുത്തർക്കും സർക്കംസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സർക്കംസിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവർ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഒറിജിനൽ ZSR സർക്കംസിഷന്റെ ഒരു രീതി. നേരത്തേക്ക് ആളുകൾ ചെയ്തിരുന്ന ട്രഡീഷണൽ രീതി വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കര ഈസിയാണ്. എല്ലാം കൊണ്ടും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോഴത്തെ സർക്കംസിഷന്റെ രീതികൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സർക്കംസിഷൻ ചെയ്യുന്നത് വഴി ഒരുപാട് നല്ല കാര്യങ്ങളാണ് നമ്മുടെ ഹെൽത്തിന് ഉണ്ടാകുന്നത്. UTI കുറയ്ക്കാൻ പറ്റും. പുരുഷന്മാർക്കായാലും സ്ത്രീകളിലായാലും പുരുഷൻ വഴി സ്ത്രീകളിലേക്ക് പകരുന്ന UTI ആയാലും സെർവിക്കൽ ക്യാൻസർ ആണെങ്കിലും പെനൈൽ ക്യാൻസർ ആണെങ്കിലും മറ്റ് റെക്ടൽ ഡിസ്ഫങ്ഷൻ ആണെങ്കിലും പ്രിമച്ചർ ഇജാക്കുലേഷൻ ആണെങ്കിലും അതിലുപരി നല്ല നീറ്റ് ആയിട്ട് നല്ലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് ഈ ഒരു ഡേർട്ട് ഇരിക്കുന്നത് മൂലമുള്ള ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവാതെ നല്ല ഹൈജീൻ ആയിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ സർക്കംസിഷൻ കൊണ്ട് പറ്റും. ഭയങ്കരമായിട്ടുള്ള ഒരു മെറിറ്റ്സ് മാത്രമാണ് ഈ സർക്കംസിഷൻ കൊണ്ട് ഉള്ളത്. റിലീജിയസ് ആയിട്ട് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സർക്കംസിഷൻ. അത് മാത്രമല്ല സ്റ്റഡീസിൽ പറയപ്പെടുന്നത്
സെക്ഷുവലി ഒരുപാട് ആക്റ്റീവായി നിൽക്കാനും ഈ ഒരു സർക്കംസിഷൻ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലാണ് സ്റ്റഡീസിൽ പറയുന്നത്. അതായത് ഒരുപാട് ടൈം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സർക്കംസിഷൻ ചെയ്തത് കുറച്ച് നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് സ്റ്റഡീസിൽ അഭിപ്രായപ്പെടുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ പോയുള്ള ആ ഒരു ഫോസ്കിൻ കട്ട് ചെയ്യുന്ന ഒരു രീതി വെച്ച് നോക്കുവാണെങ്കിൽ ഇത് നല്ല ഹൈലി കോസ്മെറ്റിക് രീതിയിലായിരിക്കും ഈ ഒരു ZSR സ്റ്റേപ്ലർ സർക്കംസിഷൻ ചെയ്യുന്നത്. അതായത് ഒരു രീതിയിലും ആ ഒരു ഷേപ്പിന് വ്യത്യാസമോ ആ ഒരു സ്കിന്നിന് വ്യത്യാസമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സർക്കംസിഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ സർക്കംസിഷനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പൂർണ്ണമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പുതിയതായിട്ട് എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.